ഹോൾ അസ്സലാമു അലൈക്കും. അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ലോങ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. അപ്പോൾ മെയിൻ റീസൺ ചെയ്യാത്തതിൻ്റെ വേറെ ഒന്നുമല്ല. ഇപ്പോൾ കോളേജ് കഴിഞ്ഞിട്ട് കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലായതിന് ശേഷം ഭയങ്കര മടിയാണെന്ന് വെച്ചാൽ സെയിം റുട്ടീനാണ് എല്ലാ ദിവസവും ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും അത് ഭയങ്കര ബോറല്ലേ ചെയ്യേണ്ട. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളെ റുട്ടീനും ഭയങ്കര ലേസി ആയി പോകുന്നു. അപ്പോൾ ഐ തോട്ട് ഓക്കെ, ഇന്ന് മുതൽ നമുക്ക് ഈ ദിവസം വെച്ച് അങ്ങ് തുടങ്ങാം, ഭയങ്കര ആക്റ്റീവ് ആവും, എൻഗേജ്ഡ് ആവും എന്നൊക്കെ വിചാരിച്ചിട്ട് ശുഭമുഹൂർത്തമാക്കി കണക്കാക്കിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ വെച്ച് തുടങ്ങുകയാണ്. രാവിലെ എണീറ്റു, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫേസ് വാഷിങ്ങും ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങണം. നല്ല ലേറ്റ് ആയിട്ടാണ് എണീറ്റ് തന്നെ, കാരണം എനിക്ക് ഒന്നാമത് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക, ആ ഒരു ടൈം ഓഫ് ദി മന്ത് എന്ന് പറയുന്ന പോലെ നല്ല വേദന ഉണ്ടായിരുന്നു. വയറുവേദനയും കാര്യങ്ങളായിട്ട് കിടക്കാൻ തന്നെ നല്ല ലേറ്റായി. സോ നീക്കാനും ലേറ്റായി. സോ നീറ്റേക്ക് തന്നെ ഒന്ന് ഓക്കെ ആയി. ബെഡൊക്കെ ഒന്ന് അറേഞ്ച് ആക്കിയിട്ടതിന് ശേഷം നമ്മൾ താഴോട്ടൊക്കെ ഇറങ്ങും. പിന്നെ എൻ്റെ വീട്ടിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലേറ്റായി വന്ന് വിചാരിച്ചിട്ട് നമുക്കുള്ള പണിയൊന്നും മാറിപ്പോവില്ല. അത് നമ്മുടെ ഉമ്മ അവിടെ ഭദ്രമായി അവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ വേണം ഉമ്മമാരായാൽ. കുട്ടികളെ വഷളാക്കാൻ പാടില്ല. ഇങ്ങനെ ഏത് സമയത്ത് നീറ്റ് വന്നാലും നമുക്കുള്ള പണി അവിടെ തന്നെ വെക്കണം. ആക്ച്വലി വേറൊന്നുമില്ല, പിന്നെ ഞാൻ തന്നെ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ പിന്നെ ഉമ്മ അവിടെ എന്തെങ്കിലും ഒരു അല്ലറ ചില്ലറ പാത്രമേ വെച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടാവും. എനിക്കിതുപോലെ അല്ലറ ചില്ലറ കണ്ടല്ലോ വളരെ കുറച്ച് പാത്രങ്ങളും ഒന്ന് അടിച്ചു തുടക്കാനും എനിക്കുണ്ടാവും. പിന്നെ മാത്രമല്ല, എനിക്ക് ഇന്നിപ്പോൾ ക്ലാസ് ഇല്ല. എനിക്ക് ക്ലാസ് വീക്കെൻഡ്സിൽ മാത്രമേ ഉള്ളൂ. ക്ലാസ്സുകൾ വീക്കെൻഡ്സിൽ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് വേറെ ഒരു പരിപാടികളില്ലാത്ത കാരണം തിരക്കൊന്നും ഇല്ലാതെ നല്ല പീസ്ഫുള്ളായിട്ട് തന്നെ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാം. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്താ പറയുക, ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, ഇപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ വീട്ടിലെ ജാനിക്കുട്ടിയാണെന്ന്. ജാനിക്കുട്ടി നീക്കുന്നതന്നെ 11 മണിക്കാണ്. അതുകൊണ്ടാണ് ജാനിക്കുട്ടിക്കുള്ള പണിയൊക്കെ അങ്ങനെ ലേഗാവുന്നത്. ജാനിക്കുട്ടി നേരത്തെ നീറ്റിരുന്നെങ്കിൽ ഇത്രത്തോനെ പണി ഉണ്ടാവില്ല. അപ്പോൾ ജാനിക്കുട്ടി ഓരോ പണികളായിട്ട് തീർക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ പാത്രം കഴുകിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ കഴുകിയ പാത്രങ്ങളൊന്ന് അടക്കി ചിട്ടിയിൽ വെക്കാനുണ്ടാവും. പിന്നെ ജസ്റ്റ് ഒന്ന് തുടക്കുക, അടിച്ചു വരും. ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ മടി കാണിക്കുന്നത് തന്നെ ഈ ഒരു സംഭവം കണ്ട. കാരണം സെയിം എല്ലാ ദിവസവും ഈ ഒരു റുട്ടീൻ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ മേക്കപ്പ് വർക്കോ കാര്യങ്ങളോ ഉള്ള ദിവസങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ അങ്ങനെയുള്ള ഭയങ്കര എൻഗേജ്ഡ് ആയി നിൽക്കുന്ന ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയും ചെയ്യുക, വർക്ക് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷേ കമൻസൊക്കെ കാണാറുണ്ട്, മെസ്സേജസ് കാണാറുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ മടിയാവും, എന്താ ഇപ്പോൾ പ്രത്യേകിച്ചുള്ളത് എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാതിരുന്നത്. പക്ഷേ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എന്തായാലും നമുക്ക് ചെയ്യാം. സോ നമ്മുടെ പരിപാടികളൊക്കെ കഴിച്ചു, ലൈക്ക് ഈ ഒന്ന് അടിക്കുക, തൊടുക്കുക, പാത്രം കഴുകുക, ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോണ്ട് ഉപ്പാൻ്റെ ഡ്രസ്സ് ഇങ്ങനെ അയൺ ചെയ്യാൻ കൊടുക്കും. അപ്പോൾ ഡാഡി ഫുള്ള് നല്ല തിരുമ്പി എല്ലാം റെഡിയാക്കി ഉപ്പാൻ്റെ ബാഗിൽ പാക്ക് ചെയ്യാണ്. സോ അപ്പോഴത്തേക്ക് ഏകദേശം ടൈം 12 മണിയായി. അനിയൻ ഇതാ ഇവിടെ നല്ല വെക്കേഷനല്ലേ, നല്ല ആസ്വദിച്ച് ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കിനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേലെ നമുക്ക് കുറച്ച് എന്താ പറയുക ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനുണ്ടാവും. കാരണം സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വരുന്നത്. സോ മേലത്തെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെയും നെയ്യുടെയും അതുപോലെ തന്നെ കാക്കാടെയും പിന്നെ ബാബിയുടെയും കുറച്ച്, ബാബിയുടെ ഇല്ല, ഇതിപ്പോൾ എൻ്റെയും നീയൻ്റെയും ഇച്ചിരി ബാബിയുടെ കുറച്ച് ഡ്രസ്സുകളുണ്ടാവും. ഈ 2 ഡ്രസ്സ് കണ്ടില്ലേ, ഇത് ഞാനിങ്ങനെ ത്രിഫ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. ഞാനൊരു വട്ടം ഷൂട്ടിന് വേണ്ടി മാത്രം ഇട്ട ഡ്രസ്സാണ്. സോ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഞാൻ എൻ്റെ ഒരു പേജ് ത്രൂ കൊടുക്കുന്നുണ്ട്. ലൈക്ക് എന്താ പറയുക, വളരെ കുറഞ്ഞ എമൗണ്ടിന് അങ്ങനെ കൊളാബ് കിട്ടുന്ന ഡ്രസ്സസൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. സോ അതിൽ പെട്ടതാണ് ആ 2 ഡ്രസ്സ്. സോ നമ്മുടെ അടുത്ത പരിപാടി തുടങ്ങി. ഇത് ഞാൻ തന്നെയാണ് ഇങ്ങനെ എന്താ പറയുക ലാഗാക്കിയിട്ട് ഇത്രത്തോളം എനിക്ക് പണി വെക്കുന്നതായിട്ടാണ്. ഉമ്മ എപ്പോൾ ഇങ്ങനെ ചീത്ത പറയാറുണ്ട്, ഇത് ഡെയിലി കഴുകിയിടുന്നത് അന്നൊക്കെ മടക്കി വെച്ചാൽ എത്രത്തോളം പണി കുറയുന്നു. പക്ഷെ നമ്മൾ കേൾക്കില്ല, നമ്മളതിങ്ങനെ നീട്ടി വെച്ച് ഇതൊക്കെ ലാസ്റ്റ് ദിവസത്തേക്ക് ആക്കിയിട്ട് പണി കൂട്ടും. ഇതാണ് എൻ്റെ ഒരു ശീലം. എന്നെ പോലുള്ളവരുണ്ടാവും എന്ന് എനിക്കറിയാം, പക്ഷെ ദാറ്റ്സ് ഓക്കെ. നമ്മളിങ്ങനെയാണ്, എത്ര കിട്ടിയാലും പഠിക്കില്ല പറഞ്ഞ പോലെ. ഇതുപോലെ ലാസ്റ്റ് ഡേ ആകുമ്പോൾ തന്നെ കുന്നുകൂടി വരും ഡ്രസ്സ്. അങ്ങനെ ഡ്രസ്സ് മടിക്കിയതിന് ശേഷം ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ കഴിഞ്ഞ വീക്കിലാണില്ല, ഈ കഴിഞ്ഞ സാറ്റർഡേ സൺഡേ ആയിട്ടാണ് എൻ്റെ ക്ലാസ് തുടങ്ങിയത്. പക്ഷേ 2 ക്ലാസ്സും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് ആകെ ക്ലാസ്സസ് വരുന്നത് വീക്കെൻഡിലാണ്. പക്ഷേ ആ ക്ലാസ് തന്നെ എനിക്ക് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം എൻ്റെ സിസ്റ്റത്തിൻ്റെ കുറച്ച് ഇഷ്യൂ കാരണം.
സോ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് റെഡി ആക്കേണ്ടതായിട്ടുണ്ട്. അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന റെക്കോർഡഡ് ക്ലാസ്സസ് ഇതിൽ അവൈലബിൾ ആവും, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ മതിയെന്ന്. പക്ഷേ ഞാൻ കുറേ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അതും കിട്ടിയില്ല. സോ ആ പ്ലാൻ അവിടെ ഡ്രോപ്പ് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് റൂമിൽ തന്നെ വന്നിരുന്ന്. സോ ഈ ഒരു പീസ് വേറെ എവിടെ പോയാലും കിട്ടില്ല. ഒരു റൂമിൽ ഇങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് വെറുതെ റീൽസ് സ്ക്രോൾ ചെയ്യൽ തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ പണി. അപ്പോൾ അങ്ങോട്ട് വന്നതിന് ശേഷം ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം. അത് ഞാൻ വിട്ടുപോയി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിട്ടുപോയി. അപ്പോൾ പിന്നെ നേരെ താഴോട്ട് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഫുഡിനായിട്ട് നല്ല ചോറ്, മീൻ പൊരിച്ചത്, അതുപോലെ തന്നെ ചെല്ലിക്കറി ആൻഡ് കുറച്ച് ബീഫാണ് ഉണ്ടായിരുന്നത്, ചമ്മന്തി ഉണ്ടായിരുന്നത്. രാവിലെ എണീറ്റപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അയ്യോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ. പിന്നെ വിശന്നപ്പോഴും എനിക്ക് മനസ്സിലായി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്ന്. അപ്പോൾ നല്ല വിശപ്പോടെയാണ് കൊണ്ടുവന്നിട്ട് ഈ വാരി കോരി ഇടുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ മേലൊക്കെ കയറാൻ പോകുന്ന നേരത്ത് ഇവനക്ക് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ ഹോട്ട് വീൽസ് കാണിച്ചു കൊടുക്കണേന്ന്. ആക്ച്വലി ഇവനക്ക് ആകെ ക്രേസുള്ളൊരു സംഭവമാണ് ഹോട്ട് വീൽസ്. നമ്മുടെ എവിടേക്കെങ്കിലുമൊക്കെ നമ്മൾ കോട്ടക്കൽക്കോ അങ്ങനെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവൻ നമ്മളൊപ്പം കൂടും. ഇവൻ്റെ ആകെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ ഷോപ്സിലാണ് അവൈലബിൾ ആയിട്ട് കിട്ടുക. എനിക്കിതിനെക്കുറിച്ച് എന്താ പറയുക, ശാസ്ത്രീയമായിട്ട് അറിയില്ലെങ്കിലും ഇതിങ്ങനെ ഓരോ ഷോപ്പിൽ ഇവനിങ്ങനെ ഹണ്ട് ചെയ്ത് പോയിട്ട് പിടിക്കും, ഓരോ കളക്ഷനായിട്ട്. ഇതിനു വേണ്ടി മാത്രമാണ് കുട്ടി ഞങ്ങളുടെ കൂടെ പുറത്ത് വരിക. അവൻ്റെ കളക്ഷൻസാണ് ഈ കാണുന്നത്. അവൻ റിക്വസ്റ്റ് ചെയ്തതാണ് അവൻ്റെ സബ്സ്ക്രൈബേഴ്സിന്, നിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ ഹോട്ട് വീൽസ് കളക്ഷൻ ഒന്ന് കാണിച്ചു കൊടുക്കണേന്ന്. അപ്പോൾ പരിഗണിക്കാതിരിക്കേണ്ട, നമ്മളൊരു എക്സ് യൂട്യൂബർ അല്ലായിരുന്നു. പണ്ട് നമ്മളെല്ലാ വീഡിയോസിലും ചെയ്യാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അത് ഈ ചാനലല്ല, സിബ്ലിംഗ് സ്ക്വാഡിലായിരുന്നു കൂടുതലും ചെയ്യാൻ വരാറ്. സോ അവൻ്റെ ഒരു റിക്വസ്റ്റ്, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ. സോ ഈ കാണുന്നത് കംപ്ലീറ്റ്ലി അവൻ്റെ കളക്ഷൻസാണ്. സോ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ മൂവിയൊക്കെ കണ്ടു നിന്നു. ഇത് ഞാൻ ഓൾറെഡി കണ്ടുവച്ച മൂവിയാണ്. ഒരു മൂവി ഒറ്റ ഇരിപ്പിൽ ഞാൻ കാണുള്ളൂ, ഇതുപോലെ കട്ടായിട്ടാണ് കാണുക. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു പാർസൽ വന്നു. ഇത് ആക്ച്വലി എനിക്കൊരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് കുറച്ച് സമയം അയച്ചിട്ടുണ്ടായിരുന്നു. സോ ഏകദേശം ഒരു എന്താ പറയുക 4:30 മണിയോ 3:30 മണിയോ അങ്ങനെ എന്തോ ഒന്ന് ആയിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴത്തേക്ക് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആവണം. ഫ്രഷായി വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇതാ ഈ ഒരു ലിപ് ബാം, എൻ്റെ കറണ്ട് ഫേവറേറ്റ് ലിപ് ബാമാണ്. ഇത് മാർസിൻ്റെ ഒരു ടിൻഡഡ് ലിപ് ബാമാണ് ആക്ച്വലി. ഇത് ഭയങ്കര മോയ്സ്ചറൈസിങ് ആണോ ചോദിച്ചാൽ വാസലിൻ്റെ അത്ര അല്ല, പക്ഷേങ്കിൽ ഇതൊരു എന്താ പറയുക ടിൻറ്റ് തരുന്ന ഒരു ടൈപ്പാണ്. എൻ്റെ ചുണ്ടാണെങ്കിൽ നല്ല പൊട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ. സോ നമ്മൾ ലേശം അതും ഒന്ന് തേച്ചു കുട്ടപ്പിയായി താഴോട്ടേക്ക് ഇറങ്ങി. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ദിവസം നോർമലി ഉണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടണം. ഡ്രസ്സ് വാഷ് ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ ആ ഒരു സത്യം തിരിച്ചറിഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നീട്ടി വെച്ച് ലാസ്റ്റൊക്കെ കുന്നോളാവും. അത് ഉമ്മ പണ്ടും പറയും, പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഞാൻ എക്സാമിൻ്റെ അതുവരെ ബുക്ക് തുറന്നു നോക്കൂല. എക്സാമിൻ്റെ തലേന്നായാലേ ഞാൻ ബുക്ക് തുറക്കും. അതുവരെയുള്ള എക്സാംസിലും എനിക്ക് മാർക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യം, അത് ജോലിൻ്റെ കാര്യത്തിലായാലും. ഇപ്പം ഇന്നലെ ഇട്ട ഡ്രസ്സാണ് ഞാൻ വിട്ടുപോയി, ഞാൻ മടി കാരണം ഇല്ല, ഇത് ഞാൻ മടി കാരണമല്ല, സംഭവം ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ വന്നപ്പോൾ ആ ഡ്രസ്സ് നമുക്ക് ആദ്യം അയൽന്നൊക്കെ ഇടാനുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ശരിക്കും തോന്നും നമുക്ക് വേറെ പണിയില്ലേ, പണി മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെയാണ് ഗൈസ് എൻ്റെ പണി ഇത്രത്തോളം ആക്കി വെക്കുന്നത്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. സോ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ എന്നിട്ട് എന്താ പറയുക, കൊടുന്ന ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ടോട്ട് ജസ്റ്റ് താഴോട്ടൊക്കെ ഇറങ്ങി. വീട്ടിൽ ഉമ്മ ഇല്ലായിരുന്നു ആ ടൈമിൽ, ആരും ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോയി നോക്കിയപ്പോൾ ഇങ്ങനെ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആളുകളാണ്, നമ്മളെ പഞ്ചായത്തിന് വരൂലേ, അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് മിസ്റ്റർ പോക്കർ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പൊക്കിയതാണ്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു മാന്തല കിട്ടിയപ്പോൾ ഞാൻ പതുക്കെ താഴെ വെച്ചു. ഞാൻ വിചാരിക്കും പോക്കറായി ജനിച്ചാൽ മതിയെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവനിങ്ങനെ വരും, നമ്മളെ കാൽമ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും. അപ്പോൾ നമ്മൾ ഇവനക്കുള്ള ഫുഡ് എടുത്തു കൊടുക്കും. ഇവനക്ക് എപ്പോഴും ഇവിടെ നല്ല സ്പെഷ്യൽ ഫുഡായിരിക്കും. നമുക്ക് ചിക്കൻ വേവിച്ചതാണെങ്കിൽ ഇവനക്ക് നല്ല ചിക്കൻ കായം തേച്ച് പൊരിച്ചതാവും. ഇതുണ്ട് എൻ്റെ കൂടെ മത്സരിക്കുകയാണ്. ഇങ്ങനെ വിശന്ന് കഴിഞ്ഞാൽ ഇവനക്ക് ഇങ്ങനൊരു സ്വഭാവം ഉണ്ട്. ഇതാ എന്നെക്കാളും മുന്നേ അവന് നടക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉമ്മ അവനക്ക് ലിവർ ഇങ്ങനെ പൊരിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പൊരിച്ചതല്ല, വേവിച്ചത്. അപ്പോൾ അതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഉമ്മയും ഉപ്പയും പുറത്ത് പോയെന്ന് പറഞ്ഞില്ലേ, അവർ വന്നിട്ടുണ്ടായിരുന്നു. സോ ഉമ്മ വന്ന സമയത്ത് ഇൻഡോമി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിലുള്ള നോയ്സ് ആരും ശ്രദ്ധിക്കേണ്ട, വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ വാച്ച് അലാറം അടിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇത് ആവശ്യമില്ലാതെ നേരിട്ട് മാത്രമേ അലാറം അടിക്കുകയുള്ളൂ. സോ ഞാൻ ഇൻഡോമി അങ്ങനെ കഴിക്കാത്ത ഒരാളാണ്, പക്ഷേ എനിക്ക് ഇൻഡോമിയിൽ ആകെ ഇഷ്ടം ഈ ഒരു വൈറ്റ് പാക്കേജിൽ വരുന്ന ഈ ഒരു ഫ്ലേവറിൽ വരുന്ന ഈ ഒരു നൂഡിൽസാണ്. ഇവൻ ഞാൻ കയറി ഇരുന്നപ്പോൾ തുടങ്ങിയതാണ് ഇതുപോലെ ടേബിളിൻ്റെ അപ്പുറത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ കൊതി കൂടെ. ഇവൻ്റെ നോട്ടം കണ്ടിട്ട് എനിക്ക് ഉറപ്പാണ് ഇങ്ങനെ പോയാൽ എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന്.
അപ്പുറത്തിരുന്ന് കൊതി കൂടുതലായിരുന്നു മിസ്റ്ററിൻ്റെ പരിപാടി. ഞാൻ വിചാരിച്ചു നൂഡിൽസ് അല്ലേ പൂച്ച കഴിക്കൂലായിരിക്കുന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നൂഡിൽസ് കൊടുത്തപ്പോൾ അവൻ മണ്ണിര തിന്നണ പോലെ നൂഡിൽസ് തിന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇഷ്ടമായ സ്ഥിതിക്ക് ഞാൻ കുറച്ച് എൻ്റെ നൂഡിൽസ് അവനക്കും കൊടുത്ത് അവനും കഴിക്കട്ടെ. അവനക്ക് എത്ര കഴിച്ചിട്ടും അവൻ്റെ വയറ് നിറയുന്നില്ല, എന്ത് ചെയ്യാനാ പാവം. ഇനി ഇവന് കൊടുത്തില്ലെങ്കിൽ എന്തായാലും ഉമ്മ വേറെ കൊടുക്കും. അപ്പോൾ അതിനേക്കാളും നല്ല ഞാനായിട്ട് കൊടുക്കുന്നതല്ലേ. സോ അതൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ വന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് തറവാട്ടിലേക്ക് എത്തിക്കാനുള്ളതായിട്ടുള്ളത് കൊണ്ട് നമ്മൾ അവളെ ബൈക്ക് എടുത്തൊരു പറപ്പിച്ചു. സോ അവിടെ പോയപ്പോൾ നമ്മൾക്ക് നമ്മുടെ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഐനൂനെ അറിയുന്നുണ്ടാവും. സോ ഇതാണ് ഇമൽ മറിയം, ഇത് ഐനൂൻ്റെ സിസ്റ്ററാണ്. സോ ഇവരുടെ രണ്ടാളുടെയും ഇപ്പോഴത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ആര് വന്നു കഴിഞ്ഞാലും നമ്മൾ തുണ്ടുണ്ടല്ലോ, നമ്മൾ പൈസ ഇട്ട് വെക്കുന്ന ഓരോരുത്തർ ഓരോ ഇതിന് പേര് പറയുക, അതെടുത്ത് ചെന്നിട്ട് നമ്മളിങ്ങനെ പൈസ ശേഖരിക്കും. ഇതാണ് ഇപ്പോൾ ഇവരുടെ എൻ്റർടൈൻമെൻറ്റ്. കുട്ടികളായാൽ മതിയെന്ന് എന്ത് രസമാണ്, ഇവർക്ക് ഒരു ടെൻഷനില്ല, ഒന്നുമില്ല. എനിക്ക് ഇവരിങ്ങനെ കാണുമ്പോൾ എടുക്കുക അസൂയ തോന്നും. പിന്നെ തോന്നും അയ്യോ വേണ്ട, ഇവരായിട്ട് ഇപ്പോൾ എന്തിനാ ഇത്രയും എന്താ പറയുക പഠിക്കണ്ടേ. അപ്പോൾ പിന്നെ ഒരു ആശ്വാസം. അപ്പോൾ ഇവന്മാരുടെ മെയിൻ പരിപാടി ഇപ്പോൾ ഇതാണ്, തൊണ്ടിലിങ്ങനെ പൈസ നിറയ്ക്കും. അപ്പോൾ അങ്ങനെ പിന്നെ അവരോട് ബായ് പറഞ്ഞു നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പോഴേക്കും ഏകദേശം മൈരൂപ് ബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നേരെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ എന്താ പറയുക ഫ്രഷായി പിന്നെ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സോ എൻ്റെ ഫേസിൽ അത്യാവശ്യം മാർക്സ് കാണുന്നില്ല, നിങ്ങൾ ഇതൊക്കെ ക്ലിയർ ആയതേനു. പിന്നെ ഇപ്പോൾ പീരീഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നല്ല പിമ്പിൾസ് വരും ആ ഒരു ടൈമിൽ. സോ ഈ ഒരു ആൽഫ ബ്യൂട്ടിന് ഞാൻ അതിൻ്റെ സ്കാർസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ്. അത് കഴിഞ്ഞിട്ട് ലിപ് ബാമും അപ്ലൈ ചെയ്തു. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളതെന്നും ഈ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.